അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കാട ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കാടേനെ മേടിച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കാട സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വൃത്തിയാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ലീൻ ചെയ്യാം കേട്ടോ. നമ്മൾ വൃത്തിയാക്കുകയാണ്. അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ ഒഴിവാക്കി കളയാണ് അതിൽ നിന്ന്. അപ്പോൾ ചെറിയ പീസുകളാട്ടോ, എല്ലാം നല്ല ചെറിയ പീസുകളാണ്. നല്ല നല്ല രസമുണ്ട് കാണാനൊക്കെ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയിലാണ് ഇപ്പം. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം ക്ലീൻ ആക്കിയതെല്ലാം ഇപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ താരതമ്യേന ഭയങ്കര വലിപ്പം കുറവാട്ടോ. നമ്മൾ കോഴീനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിത് അറിയാലോ, വലിപ്പം കുറവാണ്. സാധനം നമുക്ക് കാണുമ്പോഴൊരു ഇതുണ്ട് കേട്ടോ. നമ്മൾ ഗ്രേവിയൊക്കെ തേച്ച് നല്ല അടിപൊളിയാക്കി സെറ്റാക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കാട എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കഴുകാൻ അടുത്ത പരിപാടി നമ്മൾ കഴുകുക കേട്ടോ. വൃത്തിക്ക് നമ്മൾ കഴുകി എടുക്കുകയാണ് സാധനം. വൃത്തിയിൽ നമ്മൾ വേസ്റ്റ് എല്ലാം കളഞ്ഞു. ഇനി അത് വൃത്തിയിൽ കഴുകി എടുക്കാം കേട്ടോ. അത് സെറ്റായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ള വേസ്റ്റ്, പുറത്തുള്ള വേസ്റ്റ് എല്ലാം പോവും. അത് വൃത്തിക്ക് കാണാൻ വരും. ഓരോ പീസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കഴുകിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്ന ഇപ്പോൾ കാണുന്ന കേട്ടോ. അതിൻ്റെ അകത്തുള്ള വേസ്റ്റെല്ലാം നമ്മൾ പരമാവധി ഒഴിവാക്കുന്നുണ്ട് കഴുകുമ്പോൾ. അടുത്ത സ്റ്റെപ്പ് കഴുകി വൃത്തിയാക്കിയതാണ്. ഒന്നുകൂടെ കഴുകി വാരി എടുക്കുകയാണ് രണ്ടാമത്. അപ്പോൾ നമ്മളെ കാടയൊക്കെ സെറ്റായി കഴുകി വാരി എടുത്തിട്ട് നമ്മൾ അടുത്ത പരിപാടി നമ്മൾ വരയിടാം കേട്ടോ. നല്ല വരയും കിട്ടും. നമ്മൾ അപ്പുറം ഇപ്പുറം 2 വര വെച്ച് നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും എടുത്ത് നമ്മുടെ കാടയിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ വരഞ്ഞ കാടയിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ പോകും. മഞ്ഞപ്പൊടി ഉപ്പും നല്ല രസമുണ്ട് കാണാൻ. എളുപ്പത്തിനങ്ങ്
നമ്മൾ നമ്മുടെ കാടയെ നമ്മൾ എന്താ പറയുക, നമ്മൾ മസാലയൊക്കെ പുരട്ടിയ കാടയെ നമ്മളെടുത്ത് കുക്കറിലേക്ക് ഇടും. അപ്പൊ നമ്മൾ കുക്കറിലേക്ക് ഇടുന്ന അടച്ച് നമ്മൾ പുഴുങ്ങാൻ വെക്കുക കേട്ടോ. നമ്മളിത് പുഴുങ്ങാൻ വെക്കുക. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ, നിങ്ങൾക്ക് ആവശ്യത്തിന്. അപ്പൊ നമ്മളെ കാട നമ്മൾ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഫസ്റ്റ് വിസിലിന് നമ്മൾ ഫസ്റ്റ് വിസിൽ അടിച്ചു. ഇനി നമ്മൾ തുറന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം കൊടുക്കും. അപ്പൊ നമ്മൾ വെള്ളം ഒന്ന് സെപ്പറേറ്റ് ആക്കുവാണ്. അപ്പൊ നിങ്ങളും ശ്രദ്ധിക്കുക. അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റ് അളവിൽ കുറച്ച് ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. നമ്മുടെ ആവശ്യത്തിന് ലേശം വെള്ളം ഒഴിക്കുക. അപ്പൊ നമ്മുടെ കാടയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചൂടാറാൻ വേണ്ടി കുറച്ചു നേരം തുറന്നു വെച്ചേക്കാം. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ഇട്ട് നമ്മുടെ ഇറച്ചി നല്ല സെറ്റായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. സെറ്റായിട്ട് ഇപ്പോൾ ഒരു 1-2 മണിക്കൂറായി വെച്ചിട്ട്.